നമ്മളിപ്പോ മീറ്റിങ്ങിന് മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന പർപ്പസ് ഒന്ന് പറയാം. അപ്പൊ അതിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ. കാർ വാഷ് മാത്രമായിട്ട് തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. കാർ വാഷ് എന്ന് പറയുമ്പോൾ ഒരു 3 ബേ 2 or 3 ബേ ഉള്ളവരണം. അതിനകത്ത് ഒരു ബേയില് ഹൈഡ്രോളിക് ലിഫ്റ്റും വരുന്ന സെറ്റപ്പാണ് ഉദ്ദേശിക്കുന്നത്. നിലവില് പ്ലേസ് കണ്ടുവച്ചിട്ടുണ്ടോ? ആക്കുളത്ത് സ്ഥലം നോക്കുന്നുണ്ട്, ആപ്റ്റ് ആയിട്ടുള്ള പ്ലേസ്. അപ്പം നിങ്ങളെ മുമ്പത്തെ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേനകത്ത് ഈ ഡിസ്റ്റൻസ് ഫ്രം വീടിന്റെ ചുവര് മുതൽ 10 മീറ്റർ വിടണം അങ്ങനെയുള്ള ഐഡിയ ഒക്കെ നിങ്ങളെ വീഡിയോ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രോപ്പർ ആയിട്ട് നല്ലൊരു പ്ലേസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 2-3 നോക്കി വെച്ചിട്ടുണ്ട്. എന്റെ നെഗോസിയേഷൻ കാര്യങ്ങളിലോട്ട് കടക്കാൻ പോകുന്നു. നിലവിൽ നിങ്ങൾ ഇപ്പൊ ഉള്ള ഡൗട്ട്സ്, പെയിൻ പോയിന്റ് അതൊന്ന് പറയൂ. മെയിൻ ഡൗട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പം ഇതിന്റെ ഈ സൈറ്റ് പ്ലാനിനകത്ത് വരുന്ന ഈ പറഞ്ഞ പോയിന്റ്സിൽ ഈ 10 മീറ്റർ അല്ലെങ്കിൽ ETP പ്ലാൻ ചെയ്യുന്ന 3 മീറ്റർ, അങ്ങനെ അതിനെ പറ്റി ഒരു നല്ലൊരു ക്ലിയർ പിക്ചർ വേണമായിരുന്നു. പിന്നെ നമുക്ക് ഈ 3 ബേ മെഷീൻ ഉള്ള ലിഫ്റ്റിന്റെയും ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെയും പിന്നെ എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് നമുക്ക് വേണ്ടി വരിക, അതിന്റെയൊക്കെ കോസ്റ്റ്, ഇതൊക്കെയായിരുന്നു മെയിൻ ഡൗട്ടുകൾ ഉള്ളത്. ഇതിന്റെ പവർ ഉണ്ടല്ലോ ഈ മെഷീൻസ്, ഇപ്പം 5 HP 4 HP, അപ്പൊ അതിന്റെ സ്പെസിഫിക്കേഷൻസിനെ പറ്റി ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഓക്കെ. നിങ്ങളെ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ ഉദ്ദേശിക്കുന്നത്? ഏകദേശം പാർട്ട്ണർഷിപ്പ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടില്ല. നിങ്ങളിപ്പോ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ എത്ര ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്യാന്നുണ്ടാവുമല്ലോ? ഏകദേശം 15 to 20 ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 15-20 ഇടയ്ക്ക് എല്ലാം കൂടിയിട്ട് അല്ലേ? അതായത് 0 മുതൽ ഇനാഗ്രേഷൻ ടൈം വരെ അല്ല? അതെ അതെ. ഓക്കെ. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന് നോട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോ. വേറൊരു ഡൗട്ടോടെ ചോദിച്ചോട്ടെ. നിങ്ങളുടെ ഈ ഫേമില്ലേ DTL, അത് മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഡീറ്റെയിലിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ഒരു ഇതിന്റെയും കൂടെ നിങ്ങൾ ഇതിന്റെ പ്രൊഫൈലിന്റെ കൂടെ കണ്ടേ? ഡീറ്റെയിലിംഗ് അക്കാദമി എന്ന് പറയുന്നത് നിങ്ങളിപ്പോ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഡീറ്റെയിലിങ്ങിനെ പറ്റിയിട്ട് അറിയില്ല, അല്ലെങ്കിൽ ഇതിനെ പറ്റില്ല. അപ്പൊ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബേസ് മുതൽ എൻഡ് വരെ A to Z കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥലമാണ്. കോഴ്സ് ആയിട്ടാണോ? അത് കോഴ്സ് ആയിട്ട് 3 days 4 days 6 days വളരെ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ഒരാളെ സ്കില്ലാക്കുക എന്നുള്ളതാണ് അതിന്റെ. ഇത് കഴിഞ്ഞ് ഞാൻ വീഡിയോസ് ഡീറ്റെയിൽസ് അയച്ചുതരാം. അങ്ങനെയൊന്നുമില്ല. ഓക്കെ. നമ്മൾ ഈ ഇൻഡസ്ട്രീനെ പറ്റി ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയി. എന്തെങ്കിലും മനസ്സിലാവാത്തതിന് ഒന്ന് ചോദിച്ചാൽ മതി. നമുക്ക് വെച്ചാൽ കുറഞ്ഞ ടൈമുള്ളൂ, അതുകൊണ്ട് തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവാം. ആയിക്കോട്ടെ. ഈ ഇൻഡസ്ട്രീനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവരും ഒരു ബിസിനസ് ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ആ ബിസിനസ്സിലേക്ക് നമുക്ക് ഗ്രോത്ത് ഉണ്ടോ എന്നാണ് ഫസ്റ്റ് നോക്കേണ്ടത്. ബിലിറ്റി ഉണ്ടോ, അതല്ലെങ്കിൽ ഇതിന് നമുക്ക് വളർച്ച ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ശരിക്കും നോക്കണം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ വളർച്ച എന്ന് പറയുന്നത് ഓൾറെഡി 2030 എന്ന് പറയുന്ന ഒരു കണക്ക് എടുക്കുമ്പോൾ, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ റിപ്പോർട്ട് എടുക്കുമ്പോൾ ഓൾറെഡി ബൂം. അത് നമ്മളൊരു ബിഫോർ ഒരു 4 years ബാക്ക് നോക്കുകയാണെങ്കിൽ നമ്മളെ തൊട്ടടുത്ത അയൽവാസി അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നമ്മളെ ഏരിയയിൽ എത്ര വണ്ടികൾ ഉണ്ടെന്നല്ലേ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വീട്ടിൽ 2 വണ്ടി 3 വണ്ടി ആ രീതിയിലാണ് ഇപ്പോൾ നമ്മളെ വാഹനം അപ്ഗ്രേഡ് ചെയ്ത് പോണത്. ഇത്രയും ഒരു വാഹനത്തിന്റെ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കണം. അതായത് ജനങ്ങൾ കൂടുന്നതിനനുസരിച്ച് തന്നെ അവർ യൂസ് ചെയ്യുന്ന വാഹനങ്ങളും വളരെ കൂടിക്കൊണ്ടിരിക്കണം. അപ്പം നമ്മളെ മാർക്കറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന മാർക്കറ്റ് എന്ന് പറയുന്നത് ഹ്യൂജ് ആണ്. അത് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അത് നമുക്ക് നല്ലൊരു ബിസിനസ് മോഡൽ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ A to Z, അതായത് ചെറിയ വണ്ടി മുതൽ ട്രക്ക് വരെ ഇന്ന് നോക്കുകയാണെങ്കിൽ എല്ലാം ഹൈ ലെവലാണ് അതിന്റെ മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ബൂമിംഗ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സ്ഥലം നോക്കിയേക്കുന്നിടത്ത് നല്ലൊരു സ്ഥലം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു ബൂമിംഗ് ആയിട്ട് പോകാൻ കാർ ട്രക്ക് വാഷ് അല്ലെങ്കിൽ ബസ് വാഷ് അല്ലെങ്കിൽ ഹെവി വെഹിക്കിൾസ് അത് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. എന്ന് വെച്ചാൽ പഴയ പോലെയല്ല ഇപ്പോഴത്തെ ട്രക്ക് കാര്യങ്ങൾ വരുന്നത്, കുറച്ചും കൂടി അഡ്വാൻസ് ലെവലാണ് വരുന്നത്. കുറച്ചും കൂടി ബ്യൂട്ടി ആയിട്ട് ഭാരത് ബെൻസ് ഒക്കെ കണ്ടു നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അത് അവർ കുറച്ചും കൂടിയും ഭംഗിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. സ്റ്റിക്കർ വർക്ക്, അതുപോലെ തന്നെ പണ്ടത്തെ പോലെ ഒരു കച്ചറാക്കിയിട്ട് അല്ല ഇപ്പോൾ അവരത് യൂസ് ചെയ്യണം. അപ്പൊ അത് തന്നെ ഒരു ഡീറ്റെയിലിംഗ് സെഗ്മെന്റിലേക്ക് വരാൻ ഒരു മാറ്റം വരുന്നുണ്ട് ആ ഒരു രീതിയിൽ. അപ്പൊ അതിനൊരു നമുക്കൊരു ടീം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനൊരു സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ
നോക്കി വെക്കണം നല്ലതാണ് വെച്ചാൽ എല്ലായിടത്തും ഒരു ട്രക്ക് വാഷ് ഇല്ല, സൗകര്യമില്ല. അതെ. ഉം, ഉം, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഏരിയ നിങ്ങളൊന്ന് മൈൻഡിൽ വെക്കണം. ഉം, ഉം. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് നമുക്ക് വെള്ളം കിട്ടുന്ന സ്ഥലത്തായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെള്ളമാണ്. എല്ലാത്തിനും ഏതിനായാലും ഒരു റോ മെറ്റീരിയൽസ് ഉണ്ട് അല്ലെ, ഏതൊരു ബിസിനസ്സിനാണെങ്കിലും. അതെ, ആ അതെ, ഒരു അതെ. ബിസിനസിന്റെ റോ മെറ്റീരിയൽസ് പോലെ തന്നെയാണ് നമുക്ക് വെള്ളം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളം കറക്റ്റ് കിട്ടുന്ന സ്ഥലമായിരിക്കണം. ആ വെള്ളത്തെ നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യണം. അതായത് ഒരു ETP വാട്ടർ ട്രീറ്റ്മെന്റ് ഇതിലൂടെ നമ്മളത് പുറത്തേക്ക് കളയുന്നത് പോലെ തന്നെ അതിനെ നമ്മൾ റീസൈക്ലിംഗ് യൂണിറ്റ് വെച്ചിട്ട് റിട്ടേൺ എടുക്കാൻ പറ്റണം. ആരും അത് ചെയ്യാറില്ല. ഉം, അതായത് ഒരു 70% നമ്മളത് റിട്ടേൺ എടുക്കുമ്പോഴാണ് നമുക്കത് ഭൂമിയിലോട്ട് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമുക്ക് തിരിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതെ. അപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചൂടും കാര്യങ്ങളും കണ്ടാൽ അറിയാം വെള്ളം ഇനി എത്രത്തോളം നമുക്ക് കിട്ടുമെന്നുള്ളത്. അപ്പോൾ മനസ്സിലായി. മസ്റ്റായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അവിടെ ഒരു ഉം, ETP ഉം. പ്ലാന്റും ഒരു റീസൈക്ലിംഗ് പ്ലാന്റും മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതും കൂടി നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിൽ കാണണം. അതൊരു ഓക്കെ, അസറ്റ് ആണ് നിങ്ങൾക്ക്. ഓക്കെ, ഓക്കെ. പിന്നെ ഓക്കെ. നമ്മൾ ഏരിയ നോക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ഇതിലെ കണ്ടന്റ് നോക്കുകയാണെന്ന് വെച്ചാൽ ആക്സസിബിലിറ്റി വേണം, ഡെമോഗ്രാഫിക്സ്, റെഗുലേഷൻ ആൻഡ് പെർമിറ്റ്സ്. ഈ കാര്യങ്ങളാണ് നമ്മളൊരു ഉം, ബിസിനസ് തുടങ്ങും, പ്രത്യേകിച്ച് നമ്മൾ ഈ ഫീൽഡ് ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് വേണ്ടത്. സ്പേസ് ആൻഡ് ലേഔട്ട്, വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി ഉം. മോഡൽ എങ്ങനെയാണ്, അതുപോലെ തന്നെ നമ്മളെ ഏരിയയിലുള്ള കോമ്പറ്റീഷൻസിന്റെ ടീം ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു, അവിടെ നിന്ന് എന്താണ് നമ്മൾ ഓക്കെ, ചെയ്യേണ്ടത്, അതുപോലെ ഫ്യൂച്ചർ ഗ്രോത്ത് എക്സ്പാൻഷൻ ലെവലിലേക്ക് നമുക്ക് എങ്ങനെ പോകണം. ഇതൊക്കെയാണ് ഒരു ബിസിനസ് ഓക്കെ, തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതിൽ നമ്മൾ ആക്സസിബിലിറ്റി ഓക്കെ, നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ കസ്റ്റമേഴ്സിനും നമ്മുടെ സ്റ്റാഫിനും വന്നു പോകാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കണം. ഓക്കെ. അതുപോലെ തന്നെ നല്ലൊരു റോഡ് ഉണ്ടാവണം. ഇപ്പൊ നമ്മളൊരു സ്ഥലം കണ്ട് ബെസ്റ്റ് സ്ഥലമാണ്, സൂപ്പർ സ്ഥലമാണ്, പക്ഷെ അവിടെ കുണ്ടും കുഴിയും ബുദ്ധിമുട്ടാണ്, കയറി വരാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ ആരും വരില്ല. എത്ര അതെ, നല്ല വിശാലമായ സ്ഥലമാണെങ്കിലും അത് നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അതെ, അതെ. മോർ ഓഫർ വിസിബിലിറ്റി ആണെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ അതൊരു നല്ലൊരു അഡ്വർടൈസ്മെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ആക്സസിബിലിറ്റി നോക്കുകയാണെങ്കിൽ, ഇത് നമ്മളൊരു മോഡൽ നോക്കുകയാണെങ്കിൽ അതിന് പറ്റിയൊരു സ്ഥലം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നോക്കി വെക്കണം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഡെമോഗ്രാഫിക്സ് നോക്കുകയാണെങ്കിൽ അവിടുത്തെ പോപ്പുലേഷൻ, അതായത് ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൽ ഒന്ന് ചെക്ക് ചെയ്യണം. അതായത് പോപ്പുലേഷൻ ഡെൻസിറ്റി എത്ര ഉണ്ട്, അതായത് ഇൻകം ഓഫ് ലെവൽ, അവിടെ എത്രത്തോളം നിങ്ങൾക്ക് ഇൻകം ലെവൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും. പ്രീമിയം ഉം, ഉം. വെഹിക്കിൾ ഓണേഴ്സ് ഉണ്ടോ, അതല്ല മീഡിയം ആണോ, അതല്ല അത് അതിന് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ നോക്കിയിട്ടായിരിക്കണം നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് വരേണ്ടത്. ഓക്കെ, ഉദാഹരണം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു റൂറൽ ഏരിയയിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ, ഉദാഹരണം നമ്മളിപ്പോൾ ഒരു വയനാട് പോലത്തെ ഉള്ളിൽ ഏരിയയിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ, മൂന്നാർ പോലെ ഉള്ളി ഏരിയയിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ, അങ്ങനെ പല സ്ഥലങ്ങളും ഉണ്ടാവും, കുറച്ച് ഡെവലപ്പ് ആവാത്ത സ്ഥലങ്ങൾ. അവിടെ കൊണ്ടുപോയിട്ട് അതെ. നമ്മളൊരു വലിയ ലെവല് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ഓക്കെ, ചെയ്യുന്ന സ്ഥലത്തെ നമുക്ക് ഇൻകം ലെവൽസ് എത്രത്തോളം കിട്ടണം എന്നുള്ളത് ആദ്യം നിങ്ങളൊന്ന് പഠിക്കണം. ഓക്കെ. അത് മെയിനായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ റെഗുലേഷൻസ്, പെർമിറ്റിൽ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടത്. അവിടെ നിങ്ങൾ ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻസ് പറയുകയാണെങ്കിൽ സൈറ്റിന്റെ പ്ലാൻ എങ്ങനെ ഉണ്ടാകും. സൈറ്റിന്റെ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സൈറ്റ് ഏതാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ആ സൈറ്റിന്റെ ചുറ്റോറും നമ്മളൊരു 100 സ്ക്വയർ ഫീറ്റ് ഇതില് സ്ക്വയർ മീറ്ററിൽ ഒരു റേഡിയസിൽ എടുക്കും നമ്മൾ വരക്കും. അതിൻ്റെ പ്ലാൻ ഉള്ളിൽ വരയ്ക്കുമ്പോ. വരുന്ന വീടുകൾ, ഗവൺമെന്റ് ഓഫീസുകൾ, വാട്ടർ ബോഡീസ്, അതുപോലെ തന്നെ ആരാധനാലയങ്ങൾ, ഇതെല്ലാം നമ്മൾ മാർക്ക് ചെയ്യണം. ഉം, ഉം. ഓക്കെ. ഇത് നമ്മൾ മാർക്ക് ചെയ്ത് ഓക്കെ, കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ നമുക്കൊരു ഏരിയ ഉണ്ടാവും. ഓക്കെ അല്ലേ, നമുക്കൊരു നമ്മൾ സ്ക്വയറിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു സ്ക്വയർ അതിർത്തിയിൽ നമ്മൾ ഏരിയ ഉണ്ടാവും നമ്മൾ നടത്താൻ ഉദ്ദേശിക്കണം. ഓക്കെ. ആ നടത്താൻ ഉദ്ദേശിക്കുന്ന അതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മളൊരു ബേ ഉദ്ദേശിക്കേണ്ടത്. അതെ, അതെ. ആ ബേഡ് അവിടുന്ന് നമ്മൾ ഉം, നിയർ ബൈ ഏതെങ്കിലും, അതായത് ഒരു വീടാണെങ്കിൽ ആ വീടിന്റെ ഭിത്തിയിലേക്ക്, തറ, ഉം, ഉം. ബേസ്മെന്റ്, അല്ലാണ്ട് ആ ഓക്കെ, വീടിന്റെ മതിലല്ല, മനസ്സിലായി. അതിലേക്ക് 10 മീറ്റർ ഡിസ്റ്റൻസ് മിനിമം വേണം. ഓക്കെ, അത് വാട്ടർ ബോഡീസ് ആണെങ്കിൽ കിണർ, നമ്മളേതല്ലാത്ത അവരെ കിണർ, കുളം, നമ്മളെ ഉള്ളിൽ ഞാൻ അടുത്ത് കുളം, അതുപോലെ തന്നെ കായല്, ഇതൊക്കെ ഉണ്ടെങ്കിൽ 15 മീറ്റർ വേണം. 15 മീറ്റർ. ഓക്കെ, ഇനി ഗവൺമെന്റ് ഓഫീസേഴ്സ്, ഹോസ്പിറ്റല്, സ്കൂള്, പിന്നെ ടെമ്പിൾ, മസ്ജിദ്, ചർച്ച്, ഇതൊക്കെ ആണെങ്കിൽ 15 മീറ്റർ ഡിസ്റ്റൻസ് വേണം. ഓക്കെ, ഇതെല്ലാം പറയുന്നത് അതിന്റെ ഭിത്തിയിലേക്കാണ്. മനസ്സിലായി. ഓക്കെ. ഇതാണ് ഫസ്റ്റ് നിങ്ങളെ ക്വസ്റ്റ്യൻസ് ആൻസർ. ക്ലിയർ ആയിട്ടുണ്ടോ? മനസ്സിലായി, ക്ലിയർ ആയി. ഇനി രണ്ടാമതൊരു
അവര് പുതിയ റെഗുലേഷൻസ് റൂൾസ് കൊടുത്തിട്ടുണ്ട്. അതെല്ലായിടത്തും ഇംപ്ലിമെന്റ് ആയിട്ടില്ല. പക്ഷെ അതായത് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ബാഡ് ഉള്ളിൽ നമ്മൾ ETP പ്ലാന്റ് ചെയ്യാൻ ഓക്കെ. വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ചെയ്യുമ്പോൾ പണ്ട് മുന്നൊക്കെ വെച്ചാൽ ഒരു വർഷം മുന്നേ വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു മുക്കിലും മൂലയിൽ കൊണ്ടുപോയി ചെയ്യും. അതെ. അപ്പൊ ഇവിടെ മതിലിനോട് ചേർത്ത് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മളെ ഒരു സ്ഥലത്താണ് നമ്മൾ ചെയ്യണമെങ്കിൽ, ലീസൊക്കെ എടുത്ത് ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ അവിടെ മിനിമം 3 മീറ്റർ ഡിസ്റ്റൻസ് നമ്മൾ അതിൽ നിന്ന് ഉണ്ടാവണം ഈ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ചെയ്യുമ്പോൾ. ഓക്കെ. അത് ശ്രദ്ധിക്കണം. മനസ്സിലായി. ഓക്കെ. ഇതാണ് ഇനീഷ്യലി നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാന്ന് വെച്ചാൽ നമ്മൾ എടുക്കാൻ പോകുന്നത് വെറ്റ് ലാൻഡ് ആണോ ഡ്രൈ ലാൻഡ് ആണോ എന്നുള്ളത് ശ്രദ്ധിക്കണം ആദ്യം. ഓക്കെ. അതായത് വെറ്റ് ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഡ്രൈ ലാൻഡ് അറിയാലോ. കൊണ്ടുപോയി നമുക്ക് എന്തെങ്കിലും പെർമിറ്റ് കിട്ടില്ല. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പിന്നീട് നോക്കേണ്ടത്. ഓക്കെ. ഈ പൊല്യൂഷൻ ബോർഡ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഒരിക്കലും വാട്ടറിന്റെ അല്ല ശരിക്കും പൊല്യൂഷന്റെ കാര്യം പറയണത്. എല്ലാവരും വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വാട്ടറിന്റെ പ്രശ്നം കൊണ്ടാണ് ഈ പൊല്യൂഷൻ എന്ന് പറയണത്. അതല്ല ശരിക്കും. പൊല്യൂഷൻ എന്ന് പറയണത് നമ്മൾ തൊട്ടടുത്ത വീടുകളും അവരൊക്കെ താമസിക്കുമ്പോൾ നമ്മളെ ഓഫീസ് നമ്മളെ സ്ഥാപനത്തേക്ക് വരുന്ന വാഹനങ്ങൾ, അതിന്റെ സൗണ്ട്, അവിടെ ആൾക്കാർ പെരുമാറുന്ന ശബ്ദം, അവിടുത്തെ മെഷീനറീസിന്റെ സൗണ്ടുകൾ, ആ കോലാഹലങ്ങളും പൊല്യൂഷനാണ്. അതുകൊണ്ടാണ് ആ ഡിസ്റ്റൻസ് പറയുന്നത്. വെള്ളത്തിന്റെ കാര്യം പറയണോടത്താണ് ETPയുടെ മെയിൻ കാര്യം പറയുന്നത്, ട്രീറ്റ്മെന്റ് പറയുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന വെച്ചാൽ ഒരു വെള്ളത്തിന്റെ പൊല്യൂഷൻ ആണ് എപ്പോഴും ഇവർ ഈ പറയുന്നത്. അതല്ല ശരിക്കും. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത്. അതിനാണ് ഈ ഡിസ്റ്റൻസ് പറയുന്നത്. മനസ്സിലായി. അപ്പൊ ഓൾറെഡി നമ്മൾ ആ ഒരു കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏരിയ നോക്കേണ്ടത് റെഡ് കാറ്റഗറി ഏരിയയിലാണ് എന്നുള്ളത് ശ്രദ്ധിക്കണം. റെഡ് കാറ്റഗറി ഏരിയയിൽ നമുക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ലൈസൻസ് കിട്ടില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഫാക്ടറികളിലോടത്ത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. മണ്ണിടിയുന്നിടത്ത് അങ്ങനത്തെ കുറച്ച് ഏരിയ ഉണ്ട്. അത് നമുക്ക് എടുക്കാൻ പോകുമ്പോൾ അവരെന്നെ പറയും അവിടെ പറ്റില്ല എന്നൊക്കെ. പിന്നെ നമ്മളെ ശ്രദ്ധിക്കാന്ന് വെച്ചാൽ ഇത് ഫ്യൂച്ചർ ആയിട്ടുള്ള ഹൈവേ വർക്ക് അല്ലെങ്കിൽ പ്രൊജക്ട് വർക്ക് എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് അതിന് ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിക്കാണ്ട് പല ആൾക്കാരും ഇപ്പൊ ലാസ്റ്റ് നമ്മളിപ്പോ നടക്കുന്ന പ്രൊജക്ടിന്റെ ഒരുപാട് ആൾക്കാർ അതിനൊരു എന്താ പറയുക ഫേസ് ചെയ്തിട്ടുണ്ട് പ്രോബ്ലംസ്, വീതി കൂട്ടലായിട്ട്. ഓക്കെ. പിന്നെ വാട്ടർ ബോഡീസ് നേരത്തെ പറഞ്ഞ റെസിഡൻഷ്യൽ ഏരിയ കാര്യങ്ങൾ, ഇതിന് ഇത്ര ഡിസ്റ്റൻസ് നിങ്ങൾ ഫസ്റ്റ് ഉണ്ടാവും നോക്കണം. ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇനീഷ്യലായിട്ട് നമ്മളൊരു സ്ഥലം നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ. പിന്നെ ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഇത് ഔട്ടർ സൈഡിൽ വെക്കുന്ന ഒരു പ്ലാന്റ് ആണ്, മോഡലാണ്. ഓക്കെ. പിന്നെ പൊല്യൂഷന്റെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, അത് ഓൾറെഡി കണ്ടാൽ മതി. പിന്നെ സ്പേസ് ആൻഡ് ലേഔട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനൊരു സ്ഥലം വേണം, വാഷിംഗ് ബാക്കിലെ സ്ഥലം വേണം, പിന്നെ അതിനൊരു മിനിമം വിഡ്ത്ത് ലെങ്ത് ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം എപ്പോഴും. ആ രീതിയിൽ വേണം എപ്പോഴും വെയ്യാന്. നമ്മൾ അതിർത്തിയിൽ നിന്ന് ഒരു 3 മീറ്റർ എപ്പോഴും വിട്ടിട്ട് വേണം നമ്മൾ ഉള്ളിലേക്ക് ഇത് കൊണ്ടുവന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. പല സ്ഥലത്തും 5 മീറ്റർ ഫ്രണ്ടിൽ നിന്ന് വിടാൻ പറയും, റോഡിന്റെ അവിടെ നിന്ന്. ഓക്കെ. അപ്പൊ ഇതൊന്ന് നമ്മൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് നോക്കുകയാണെങ്കിൽ മിനിമം 3 ഫേസ് കണക്ഷനാണ് നമുക്ക് മിനിമം വേണ്ടത്. പിന്നെ അവിടെ വാട്ടർ ടാങ്ക് പണിയുകയാണെങ്കിൽ 10 ഫീറ്റിന്റെ ഹൈറ്റിന്റെ മുകളിലേക്ക് വേണം നമ്മൾ ചെയ്യാൻ. പിന്നെ പ്രോപ്പർ ഫിൽറ്റേഴ്സ് നമുക്ക് ആവശ്യമാണ്. കറക്റ്റ് ഈ പറഞ്ഞ MCB ആണെങ്കിൽ അതിന് ഇത്ര വാട്ട്സ് എന്നുണ്ട്, ഡ്യുവൽ സ്വിച്ച് ആണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ലോഡ് കാര്യങ്ങൾ കറക്റ്റ് ചെയ്യണം. വയറിങ് എല്ലാതും നല്ല പ്രോപ്പർ വയറിങ് ചെയ്യണം. എന്താ വെച്ചാൽ നമ്മൾ ഹെവി മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യണത്. പിന്നെ അതിന് കുറച്ചും ഡീപ്പായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പൊ 3 ഫേസ് സ്വിച്ച് ആണെങ്കിൽ മിനിമം 20 ആംസ് വേണം. അതുപോലെ തന്നെ MCB ആണെങ്കിൽ 32 ആംസ് വേണം. ഓക്കെ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം, ഇപ്പൊ നമ്മൾ സെറ്റ് ആയി ഒക്കെ ആയി നമ്മൾ തുടങ്ങാൻ പോവുകയാണെങ്കിൽ പിന്നെ നമ്മൾ നോക്കുക പ്രൈസിങ് എങ്ങനെ ഇടും. നമ്മൾ തൊട്ടടുത്തുള്ള ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിയർ ബൈ എത്രത്തോളം ഷോപ്പുകൾ ഉണ്ട് നമ്മൾ കാർ വാഷുമായി ബന്ധപ്പെട്ട്, അവിടുത്തെ പ്രോബ്ലംസ് എന്തെല്ലാം, അവിടുത്തെ പോസിറ്റീവ് എന്തല്ല, അവിടുത്തെ നെഗറ്റീവ് എന്താണ്, അവിടെ നിന്ന് എന്താണ് നമ്മൾ ഷോപ്പിലേക്ക് നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഫസ്റ്റ് വരെ പ്രൈസിങ് ആണെങ്കിൽ അത് അവിടെ ആദ്യം കട്ട് ചെയ്യണം.
ഒരിക്കലും നിങ്ങൾ പ്രൈസിംഗിലേക്ക് ഫോക്കസ് ചെയ്യരുത്. ഓക്കെ. അതാണ് ആദ്യം തരേണ്ട പാഠം. അതായത് നിങ്ങൾ എന്ന് നിങ്ങൾ പ്രൈസിംഗിൽ ഫോക്കസ് ചെയ്തോ അതിനുശേഷം നിങ്ങൾ ബിസിനസ് ഡൗൺ ആയി പോകും. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടുപേർക്കും അത് ഗുണം ചെയ്യില്ല. അപ്പൊ വിൻ വിൻ ആയിരിക്കണം. അവരും ജയിക്കണം, നിങ്ങളും ജയിക്കണം. മനസ്സിലായി. പ്രൈസിംഗ് ഒരുപോലെ ഇടണം. അവിടെ നിങ്ങൾക്ക് ഓഫർ കൊടുക്കാം. ഒന്നുകിൽ നിങ്ങൾ അവരെയും കാട്ടി ഹൈ ആവണം. നിങ്ങൾ അവിടുന്ന് തുടങ്ങുമ്പോൾ അവരില്ലാത്തൊരു കാര്യം, അവിടുത്തെ ഒരു സർവീസ് ആണെങ്കിലും അവിടുത്തെ ഒരു ഓപ്ഷൻസ് ആണെങ്കിലും അതിന്റെ ഏറ്റവും ബെസ്റ്റ് ലെവൽ നിങ്ങൾ കൊടുക്കണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി നിങ്ങൾ എന്ന് കൊടുക്കുന്നോ ആ ക്വാളിറ്റി നിങ്ങളെ തേടി. ആദ്യം ക്വാളിറ്റി കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാവും. പക്ഷെ അത് ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങി കഴിഞ്ഞാൽ അതിന്റെ ഗ്രോത്ത് വേറെ ലെവലാണ്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഐഫോൺ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആൾക്കാർക്ക് ഭയങ്കര സ്ട്രഗിൾ, അതിന്റെ പ്രൈസിങ്ങും അതിന്റെ ബുദ്ധിമുട്ടും ആൾക്കാർ നെഗ്ലക്ട് ചെയ്തതാണ്. ബട്ട് ഇപ്പൊ നമ്മളൊരു ഐഫോൺ ഒരു പുതിയ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ സീരീസ് കഴിഞ്ഞ ആഴ്ച മേടിച്ച ആളാണെങ്കിലും പുതിയ സീരീസ് പോയി മേടിക്കും. അത് ഒരാഴ്ച കൊണ്ട് വിറ്റ് തീരും. അപ്പൊ അവിടെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല. അതുകൊണ്ടാണ് മെയിൻ കാര്യം. അവർക്കറിയാം അതിന്റെ ക്വാളിറ്റി നമുക്ക് മേടിക്കുമ്പോൾ അല്ലെ. അതുപോലല്ല നമ്മൾ ലോക്കൽ മാർക്കറ്റ്. ഇതേപോലെ മൈൻഡിലേക്ക് എത്തണം. എന്ത് നമ്മളെ കസ്റ്റമേഴ്സിന് മനസ്സിലാവണം അവർ ക്വാളിറ്റിയിൽ ഒരു വിറ്റ്. ഇതെന്തുകൊണ്ടാണ് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല 90% ഡീറ്റെയിൽ ഷോപ്സും വാഷിംഗ് ഷോപ്പ് ആദ്യം തുടക്ക സമയത്ത് നല്ലൊരു പ്രൊഡക്റ്റുകൾ നല്ല കാര്യങ്ങളൊക്കെ കാണിച്ച് ആ സാധനം പർച്ചേസ് ചെയ്യും. അതിനുശേഷം പ്രൈസിങ്ങിലേക്ക് അവർ വന്നതിന് ശേഷം എന്താ വെച്ചാൽ ഏറ്റവും ലോക്കൽ എന്ത് പ്രൊഡക്റ്റ് ആണ് കിട്ടുന്നത് അതായിരിക്കും മേടിച്ചേക്കുക. പക്ഷെ അവരെ ഫ്രണ്ട് സൈഡിൽ നോക്കുകയാണെങ്കിൽ അവരെ ലോഞ്ചിൽ നോക്കുകയാണെങ്കിൽ അവർ ആദ്യം മേടിച്ച പ്രൊഡക്റ്റിന്റെ ഫോട്ടോസും ആ പിക്ചറും ആ സാധനങ്ങളൊക്കെ ആയിരിക്കും അവിടെ ഉണ്ടാവും. കസ്റ്റമർ വിചാരിക്കുക ഇതാണ് ഇവരുടെ യൂസ് ചെയ്യണത്. പക്ഷെ ആക്ച്വലി ഇതിന്റെ ബാക്ക് സൈഡിൽ അവർ യൂസ് ചെയ്യണത് ടീപോളിനായിരിക്കാം, സോപ്പ് ഓയിൽ ആയിരിക്കാം, ഷാമ്പു ആവില്ല. അതുപോലെ തന്നെ ടയർ ഷൈൻ ചെയ്യണത് വല്ല ഓയിലായിരിക്കാം, കരി ഓയിലായിരിക്കാം. മൈക്രോഫൈബർ ടവൽസ് യൂസ് ചെയ്യുന്നുണ്ടാവില്ല. വെള്ളത്തിന് അവർ കറക്റ്റായിട്ട് pH ലെവൽ നോക്കണുണ്ടാവില്ല. അപ്പൊ ഈ രീതിയിലായിരിക്കും പിന്നീട് അവർ മുന്നോട്ട് പോയിട്ടുണ്ടാവും. ഇത് നോർമൽ സംഭവിക്കുന്ന ഒരു കാര്യം. ഇവിടെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത് ക്വാളിറ്റിയിൽ കൊടുക്കുന്നതിൽ മാത്രമേ നമുക്ക് അതിന്റെ റിട്ടേൺസ് കൈ കിട്ടൂ. എത്തിക്സ് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യണം. ഓക്കെ. അപ്പൊ അവിടെ സർവീസ് നമ്മളൊരു കോമ്പറ്റീഷൻ ലെവലിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ സർവീസ് ബെസ്റ്റ് ആക്കണം. വൈബ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കണം. അതായത് വന്നവർക്ക് അവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ആ ഷോപ്പിന്റെ ഒരു വൈബ് അവിടെ ഉണ്ടാവണം. അതിൽ ആംബിയൻസ് അവിടെ ഉണ്ടാക്കും. പിന്നെ എന്തൊക്കെ നിങ്ങൾക്ക് അവിടെ ആഡ് ഓൺ ചെയ്യാൻ പറ്റും സ്ഥലം ഉണ്ടെങ്കിൽ. ഇപ്പോൾ അത് ഒരു എക്സ്ട്രാ വർക്കാണ്. ഒരു കഫേ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, സ്നൂക്കേഴ്സ് ആഡ് ചെയ്യാം, ഒരു ഗ്രോസറി ആഡ് ചെയ്യാം, ഒരു സലൂൺസ് ആഡ് ചെയ്യാം. ഇനി വേറെ എന്തെങ്കിലും ആഡ് ഓൺസ് ചെയ്യാവുന്ന ഒരു പർട്ടിക്കുലർ കാര്യങ്ങളാണെങ്കിൽ അവിടെ നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് അവിടെ ആഡ് ചെയ്തുകൊണ്ട് ഏത് പൈപ്പിൽ നിന്നാണ് ബെസ്റ്റ് ആയിട്ട് നമുക്ക് വെള്ളം കിട്ടണമെന്ന് അറിയില്ല. മനസ്സിലായില്ല. അപ്പൊ അവർക്കും അവിടെ ഒരു കസ്റ്റമർ വരുമ്പോൾ അത് ചിലപ്പോൾ നമുക്ക് പ്രധാനമന്ത്രി ഒരാൾ സലൂണിൽ പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അയാൾ ആ നിൽക്കുന്ന സമയം നമ്മൾ വാഷിങ്ങിന് ഇടും. ഒരാൾ വാഷിങ്ങിന് വരികയാണെങ്കിൽ സലൂണിലേക്ക് പോകും. അവിടെ രണ്ട് കൂട്ടുകാർക്കും നമുക്ക് അവിടെ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എപ്പോഴും നമ്മളെ ഓപ്പോസിറ്റ് സൈഡിലുള്ളവരോട് കോമ്പറ്റീറ്റേഴ്സ് അല്ല, ശരിക്ക് അവര് നമ്മളെ ആരാണ് പാർട്ട്നേഴ്സ് എന്നുള്ള രീതിയിൽ വിൻ വിൻ ആയിട്ടാണ് അവരോട്. അപ്പൊ നമ്മളോട് ഒരു വർക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ വിളിച്ചിട്ട് പറയണ്ട അവിടെ ഒരു വർക്ക് ഉണ്ട്, ഈ വർക്ക് ഒന്ന് ചെയ്തു തരുമോ ചോദിക്കണം. അപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു എന്ത് വേണം, നമ്മള് ഒരു വിൻ വിൻ രീതിയിലായിരിക്കണം പോവാൻ. പ്രൈസ് കുറച്ചിട്ടുള്ള ഒരു മോഡുലേഷനിൽ നിങ്ങൾ കൊണ്ടുപോയത്. പ്രൈസിന് പകരം നിങ്ങൾ കറക്റ്റ് പ്രൈസ് ഇട്ട് ഓഫർ ലെവലിലേക്ക് കൊണ്ടുപോകണം നിങ്ങൾ. മനസ്സിലായി. ഓക്കെ. പിന്നെ ഷോറൂം മാനേജ്മെന്റ് ഇത് ഡീപ്പായിട്ട് നമ്മൾ ക്ലാസ്സിൽ പറയണതാണ്. അത് ക്ലാസ്സിലാണ് നമ്മൾ അതിന്റെ ഡീറ്റെയിൽ. പിന്നെ ഫ്യൂച്ചർ ആൻഡ് എക്സ്പാൻഡ് എന്ന് വെച്ചാൽ ഇനീഷ്യൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് തന്നെ മണി മാനേജ്, അതായത് എന്നാണോ നിങ്ങൾ ഒരു രൂപ ഇതിന് വേണ്ടിയിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്നത് അന്ന് മുതൽ മണി മാനേജ്മെന്റ് കറക്റ്റ് ആയിരിക്കണം. പാർട്ട്ണർഷിപ്പ് ഏറ്റവും കൂടുതൽ പോണത് ഫ്രണ്ട്സുകളായാലും ഫാമിലി ആയാലും ആരായാലും അവിടെ മണി മാനേജ്മെന്റ് കറക്റ്റ് ആവാത്തതുകൊണ്ടാണ്. അവിടെ എഴുതി വെക്കുന്നത് കറക്റ്റ് ആവാത്തതാണ്. അപ്പോൾ ഓരോരുത്തർ ഇടുന്നതും ഓരോരുത്തർ എടുക്കുന്നതും ഓരോരുത്തർ ഇൻവെസ്റ്റ് ചെയ്യണം, ഓരോരുത്തർ ചെലവാക്കുന്നതും കറക്റ്റ് അറിയണം. നിങ്ങൾ കൂടുന്ന ഓരോ മീറ്റിങ്ങും നിങ്ങൾ എന്ത് ചെയ്യണം, മിനിറ്റ്സ് ബുക്കിൽ എഴുതി വെക്കണം, ഒപ്പിടണം. നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും കറക്റ്റ് ചെയ്യണം. പിന്നെ
4 പേരാണെങ്കിലും 3 പേരാണെങ്കിലും ഓരോരുത്തർക്ക് ഓരോ ഡ്യൂട്ടീസ് കൊടുക്കണം. ഓക്കെ. ഒരാളാണ് എല്ലാം കാര്യം ചെയ്ത്. ഇപ്പൊ നിങ്ങൾ അവിടെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞ നിഷാദാ അവരെ വർക്ക് അല്ലേ? ഇഷാദ്. നിഷാദും വർക്ക് ചെയ്യണം. പക്ഷെ നിങ്ങൾ തമ്മിൽ തന്നെ ആരാണ് ഇന്ന ഡിപ്പാർട്ട്മെന്റ് നോക്കണം, ഇന്ന കാര്യം നോക്കണം എന്നുള്ളൊരു കാര്യം വേണം. മനസ്സിലായി. ഇനി സൈലന്റ് പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ സൈലന്റ് പാർട്ട്നേഴ്സിന് ഡ്യൂട്ടി കൊടുക്കും. ഓക്കെ. ഇതിന് ഡേ ബൈ ഡേ അറിയണമെങ്കിൽ നിങ്ങളൊരു ക്ലൗഡ് സോഫ്റ്റ്വെയറിന്റെ ഒരു ഡാഷ്ബോർഡുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് എടുക്കണം. അതല്ലെങ്കിൽ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്ന് വെച്ചാൽ ഡേ ബൈ ഡേ ഇതിന്റെ ഡീറ്റെയിൽസ് ഫുള്ള് എല്ലാവരും അറിഞ്ഞിരിക്കണം, പ്രത്യേകിച്ച് പാർട്ട്നേഴ്സ് ഉണ്ടാകുമ്പോൾ. അപ്പോൾ പലരും വിചാരിക്കുന്നത് വെച്ചാൽ ബിസിനസ് തുടങ്ങിയിട്ടാണ് എല്ലാവരും സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്തത്. അത് തെറ്റാണ്. ബിസിനസ് തുടങ്ങുന്ന അന്ന് മുതൽ ഇംപ്ലിമെന്റ്, എന്നാലാണ് നിങ്ങൾ എത്രത്തോളം ഇതിൽ ചെലവാക്കിയിട്ടുണ്ട്, നിങ്ങളെ ക്യാപിറ്റൽ എത്ര ഇറക്കിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇനീഷ്യൽ അറിയാൻ പറ്റും. ഉണ്ടെങ്കിൽ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ ഒരു വർഷം 2 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബ്രാഞ്ചോ അല്ലെങ്കിൽ നാളെ ഇതിന്റെ ഒരു ഫ്രാഞ്ചൈസി തുടങ്ങണമെങ്കിൽ ഇതിന്റെ ഫുൾ കണക്ക് A to Z നിങ്ങൾക്ക് കിട്ടും. അതായത് ഒരു സിമെന്റിന് എത്ര ചെലവായി, ഒരു പ്ലംബിങ്ങിന് എത്ര ചെലവായി, ലാബർ എത്ര ചെലവായി, ആ സ്ക്വയർ ഫീറ്റ് കണക്കിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ ഏരിയയിൽ ചെലവായതിന്റെ ലെഡ്ജർ ബൈ ലെഡ്ജർ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കണക്കുകൾ എഴുതി വെക്കണം, അല്ലെങ്കിൽ കണക്ക് അതിൻ്റെതായിട്ടുള്ള സോഫ്റ്റ്വെയറിൽ നിങ്ങൾ യൂസ് ചെയ്ത് കൊണ്ടുപോകണം. ഓക്കെ. പിന്നെ ബെറ്റർ SOP ഉണ്ടാക്കണം, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അതെന്താണെന്നില്ല പിന്നെ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. പ്രൊജക്ട് റിപ്പോർട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാവണം. പ്രൊജക്ട് റിപ്പോർട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രൊജക്ട് റിപ്പോർട്ട്. അതൊന്ന് നിങ്ങൾ നിങ്ങളേതായിട്ടുള്ള വയബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു ചർച്ച ഉണ്ടാവണം. ഓക്കെ. പിന്നെ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തുടങ്ങാൻ പോകുന്ന കാര്യത്തിൽ പ്രൊഫഷണലിസം ഉണ്ടാവണം. അതായത് വെച്ചാൽ നല്ലൊരു ടീം, അതായത് അറിവുള്ളവരായിരിക്കണം. അറിവുള്ളതെന്ന് വെച്ചാൽ കുറേ എക്സ്പീരിയൻസ് ഉള്ളതല്ല അതിൻ്റെ അർത്ഥം. അതായത് എന്താണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്, ആ മെറ്റീരിയൽ എന്താണ്, അതെങ്ങനെ യൂസ് ചെയ്യേണ്ടത്, ഇതെങ്ങനെയാണ്, ഇതിനെ പറ്റിയിട്ടുള്ള അറിവുണ്ടായിരിക്കണം ഓരോരുത്തർക്കും. പിന്നെ ഏറ്റവും ബെസ്റ്റ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും ടൂൾസ് എന്താണ്, അതായത് ടൂൾസ് ഉണ്ടെങ്കിലേ ബിസിനസ് ഡെവലപ്പ് ആവുള്ളൂ, വർക്ക് ഉണ്ടാവുള്ളൂ, വർക്ക് ഫാസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടൂൾസ് വേണം, ഏറ്റവും ബെസ്റ്റ് കെമിക്കൽസ് വേണം, അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, നല്ലൊരു ആംബിയൻസ് ഉണ്ടാവണം, നല്ലൊരു വർക്ക് ഏരിയ ഉണ്ടാവണം, പ്രോപ്പർ സ്റ്റോക്ക് ഉണ്ടാവണം. ഇവിടെ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്ത് ഈ ഒരു കാര്യത്തിൽ. ഓക്കെ. പിന്നെ നമ്മൾ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്തത് ഞാൻ പറയുകയാണെങ്കിൽ 1914-ലാണ്. അതിനുശേഷമാണ് പല രീതിയിലും കാർ വാഷ് ആണെങ്കിൽ പിന്നെ പറയുമ്പോൾ പല രീതിയിലെ കാർ വാഷ് വന്നിട്ടുണ്ട്. സ്റ്റീമർ വന്നിട്ടുണ്ട്, വാട്ടർലെസ് കാർ വാഷ് വന്നിട്ടുണ്ട്, ടച്ച്ലെസ് വന്നിട്ടുണ്ട്, പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മോഡൽ വന്നിട്ടുണ്ട്, ടണൽ കാർ വാഷ് വന്നിട്ടുണ്ട്. ഏതും നിങ്ങൾക്ക് ബിസിനസ് ചൂസ്, എന്ത് ബിസിനസ് ചൂസ് ചെയ്താലും ഫൈനൽ എന്നുള്ളത് അവിടെ കസ്റ്റമറിനെ മനസ്സിലാവാന്നുള്ളതാണ്. അതായത് എൻ്റെ കാറ് കൊടുത്ത സ്ഥലത്ത് എനിക്കത് നല്ല രീതിയിൽ വാഷ് ചെയ്ത് കിട്ടി, ആ മാർക്കാണ് നമുക്ക് വേണ്ടത്. ഏത് സർവീസ് എടുത്താലും എത്ര ബാഡ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഫൈനൽ എന്ന് പറയുന്നത് കസ്റ്റമർ എപ്പോഴും നോട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എൻ്റെ വാഹനം കൊടുത്തത് ഉപകാരപ്പെട്ടു, 500 രൂപക്ക് 1000 രൂപയുടെ ഗുണം കിട്ടിയിട്ടുണ്ടാവും. സർവീസ് നല്ലതാവണം. ഓക്കെ. അപ്പോൾ പിന്നെ പ്രഷർ വാഷർ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് വേണ്ട പ്രഷർ വാഷർ എന്ന് പറഞ്ഞാൽ ഗ്യാരേജ് പ്രഷർ വാഷറാണ്. അവിടെ നമുക്ക് സിംഗിൾ പ്ലഞ്ചറും ഉണ്ട്, ട്രിപ്ലസ് പ്ലഞ്ചർ. പഴയ മോഡലാണ് സിംഗിൾ പ്ലഞ്ചർ, പുതിയ മോഡലാണ് ട്രിപ്ലസ് പ്ലഞ്ചർ. പുതിയ മോഡലിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് അതിന്റെ ഡിഫറൻസ് പറയുന്നത് പഴയതിന് പുതിയ. ഹലോ. ഓക്കെ. അതെന്ന് വെച്ചാല് നമുക്ക് 2 HP വേണോ, 3 HP വേണോ, 5 HP വേണോ എന്നുള്ളൊരു കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഇവിടെ മെയിൻ ആയിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമ്പിൾ ആയിട്ട് പറയാന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരു കാർ, ഇപ്പൊ ഏത് കാറിലാണ് ഇരിക്കുന്നത്? കാറിലാണ്. ഓക്കെ. ഏത് കാറാണ് യൂസ് ചെയ്യണം? നെക്സോൺ, ടാറ്റ നെക്സോൺ. ഓക്കെ. വീട്ടിൽ എത്ര ആൾക്കാരുണ്ട്? ഞങ്ങള് 4 പേര്. 4 പേര്. നമ്മളൊരു 7 പേരുണ്ടെങ്കിൽ നമ്മൾ ഏത് കാർ എടുക്കുക? ഇന്നോവയോ വലിയ അല്ലെങ്കിൽ എർട്ടിഗ, ഒരു 6 അല്ലെങ്കിൽ 7 സീറ്റ്. ഇനിയിപ്പോ നെക്സോണിലാണെങ്കിൽ നമ്മൾ 7 പേരെ കൊണ്ടുപോകും ചില സമയത്ത്, അല്ലേ? അപ്പോ അങ്ങനെ നിങ്ങൾ സ്ഥിരമായിട്ട് കൊണ്ടുപോവാണെങ്കിൽ നമുക്ക് ആ കാറിന് എന്ത് സംഭവിക്കും?
ബുദ്ധിമുട്ടായിരിക്കും. വണ്ടിയുടെ കംപ്ലൈന്റ് വരും, വീലും ബെയറിംഗ് കംപ്ലൈന്റ് വരും, കാര്യങ്ങൾ, മൈലേജ് കാര്യങ്ങളൊക്കെ, കംപ്ലൈന്റ്. എഞ്ചിന് അതിന്റെ വാറന്റി കാര്യങ്ങളൊക്കെ കുറയും. ഇതേപോലെ തന്നെയാണ് നമ്മൾ മെഷീൻ യൂസ് ചെയ്യുമ്പോൾ. പല ആൾക്കാർക്കും അറിയില്ല, അവിടെ 3 HP ആണ് ഉപയോഗിക്കണം, ഒക്കെ 3 HP മതി, 5 HP ആണ് ഉപയോഗിക്കണം, 5 HP മതി. ശരിക്കും ഇത് ലോഡിങ്ങിന്റെ ഇതിലാണ് ഇതിന്റെ വ്യത്യാസം വരുന്നത്. അപ്പോൾ ഞാൻ സിമ്പിൾ ആയിട്ട് ഓക്കെ. പറയുകയാണെങ്കിൽ, ഒരു ആവറേജ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഏരിയ ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്കൊരു 4-5 കാറാണ് ആവറേജ് വരുള്ളൂ ഒരു മാസമാണെങ്കിൽ, അവിടെ നിങ്ങൾ 2 HP വല്ലാണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട, 2 HP എടുത്താൽ മതി. ഒരു മനസ്സിലായി. 19,000 മുതൽ ഒരു 22,000 റുപ്യയുടെ ഉള്ളിൽ വരുന്ന, ഒരു 28 റുപ്യയുടെ ഉള്ളിൽ വരുന്ന മെഷീൻ എടുത്താൽ മതി. കാര്യം ഉം. നടക്കും. അതല്ല, ഒരു 10 വണ്ടിക്ക് താഴെ ആവറേജ് വരും. 8, 5, 7, 10, 11 ഇങ്ങനെ ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ ഒരു 10 വണ്ടിക്ക് താഴെ. അങ്ങനെയാണെങ്കിൽ 3 ഫേസ് സിംഗിൾ ഫേസോ 3 ഫേസ് 3 HP എടുക്കണം നിങ്ങൾ. ഓക്കെ. ഇനി 10 വണ്ടിയുടെ മേലേക്ക് വരും, ഒരു 8, 10, 12, 15, 18, 20 ആ റേഞ്ചിലാണ് പോകുന്നതെങ്കിൽ 5 HP എടുക്കണം. ഓക്കെ. ഇതാണ് മിനിമം ലൈറ്റ് മെഷീന്റെ പർച്ചേസിംഗ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ. ഓക്കെ. പിന്നെ പഴയ മെഷീൻ ആണെങ്കിൽ ഈ കണ്ട സാധനങ്ങളൊക്കെ നമുക്ക് വേണ്ടി വരും. അപ്പോൾ അതിനെ ഏറ്റവും കുറച്ചിട്ടിലാണ് ട്രിപ്ലസ് പ്ലഞ്ചർ എന്ന് പറയുമ്പോൾ കണക്ടിവിറ്റി കൂടുതലാണ്. നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് അനുസരിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് TRP ലിഫ്റ്റ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള അണ്ടർ വാഷ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. ഫോം ടാങ്ക് വേണ്ടെന്ന് വെച്ചാൽ ഫോം ലാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് റൊട്ടേഷൻ ബൂമിൽ വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതൊന്നും പഴയതിൽ പറ്റില്ല. പിന്നെ ഇതിന്റെ വാട്ടർ LPM എന്ന് പറയും. വാട്ടർ LPM എന്ന് പറയുമ്പോൾ ലിറ്റർ പെർ മിനിറ്റ്സ്, അതായത് ഒരു മിനിറ്റ്സിൽ എത്ര വെള്ളം വേസ്റ്റ് ആവണം. നമ്മൾ പുതിയ ട്രിപ്ലസ് പ്ലഞ്ചർ ആണെങ്കിൽ മാക്സിമം നമുക്ക് 8 മുതൽ 15 വരെ വേസ്റ്റ് ആവുള്ളൂ ലിറ്റർ. പക്ഷെ പഴയതാണെങ്കിൽ 35-45 ലിറ്റർ വരെ വേസ്റ്റ് ആവും. ഓക്കെ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ TRP ലിഫ്റ്റ് ആണ് വെക്കുകയാണെങ്കിൽ മിനിമം നമുക്ക് 9 അടി താഴ്ച വേണം. ഒരു 4x4 കുഴി എടുത്തിട്ട് 3ന്റെ റിങ് എടുക്കണം. നിങ്ങൾ ആ സമയത്താകുമ്പോൾ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഞാൻ ഇതിന്റെ ഒരു ഓടിച്ചു പോകണം, എങ്ങനെയാണ് നിങ്ങൾ ഇൻഡസ്ട്രിയിൽ കടന്നു മനസ്സിലായി. പറഞ്ഞു കൊടുക്കാം. ഓക്കെ. 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 പിന്നെ മിനിമം വിഡ്ത്ത് 15 ഫീറ്റ് മിനിമം വിഡ്ത്ത് വേണം. ലെങ്ത് 20 ഫീറ്റ് വേണം മിനിമം വേണ്ടത്. അല്ലെങ്കിൽ മിനിമം ഒരു കാർ ഇട്ട് കഴിഞ്ഞാൽ 3 ഫീറ്റ് അതിന് ചുറ്റോളം നമുക്ക് നടക്കാൻ പറ്റണം ഗ്യാപ്പ്. ഓക്കെ. ഓക്കെ, നമുക്കൊരു 2 മിനിറ്റ് ഉള്ളൂ. ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഒന്നുകൂടി ലിങ്ക് ഇട്ടുതരാം കേട്ടോ. ഓക്കെ. പിന്നെ നമുക്ക് വാക്യൂം ക്ലീനർ വേണം. അത് 2 മോട്ടേഴ്സ് ഉണ്ട്, 3 മോട്ടേഴ്സ് ഉണ്ട്. പിന്നെ അപ്പോൾസ്റ്ററി ക്ലീനർ എന്ന് പറഞ്ഞിട്ട് സാധനം ഉണ്ട്, അത് വരും. പിന്നെ ഡീറ്റെയിലിങ്ങിന്റെ കാര്യങ്ങളാണ്. അത് ഡീറ്റെയിലിംഗ് റൂം എങ്ങനെ ചെയ്യണം, മറ്റു കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം, അങ്ങനത്തെ ഡീറ്റെയിൽസിലാണ് പിന്നെ പോണത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് നമ്മളെ ക്ലാസ്സിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നും കറക്റ്റായിട്ട് പഠിച്ചെടുക്കാണ്. ഇപ്പോൾ ഡ്രൈ സാൻഡിങ് എന്താണ്, ഡീറ്റെയിലിംഗ് എന്താണ്, അതുപോലെ തന്നെ പെയിന്റിങ് പഠിക്കാം, അതുപോലെ തന്നെ PPF എന്താണുള്ളത്, അതുപോലെ തന്നെ നമ്മൾ പോളിഷിങ്, സെറാമിക് കോട്ടിങ്, വാഷിങ്, ഡീറ്റെയിൽ വാഷിങ്, കണ്ടാമിനേഷൻ വാഷിങ്, A to Z കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്ന ഓരോ സെഗ്മെന്റ്സ് ഉണ്ട് നമുക്ക്. അത് നമ്മൾ DTN അക്കാദമിയിലാണ് വരുന്നത്. പിന്നെ പ്രൈസിങ്, എങ്ങനെയാണ് പ്രൈസിങ് കൊടുക്കേണ്ടത് എന്നുള്ളൊരു സാധനം നമ്മൾ തരാം. പിന്നെ ഇതിന്റെ ROI ഡീറ്റെയിൽസ് ഉണ്ട്. അത് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു 10 മിനിറ്റ് വേണമെങ്കിൽ അത് പറഞ്ഞുതരാം. അതിന്റെ ROI വരുന്നത് എങ്ങനെയാണ്, റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ROI എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ. ഓക്കെ, ഇത് ഞാൻ ഈ ലിങ്കിൽ തന്നെ കയറാൻ പറ്റുമോ നോക്ക്, അല്ലെങ്കിൽ വേറെ ലിങ്ക് തരാം. എനിക്ക് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. നമ്മൾ ഈ ക്ലാസ് എന്ന് പറഞ്ഞില്ലേ, അത് ഡീറ്റെയിലിംഗിന്റെ ക്ലാസ്സും അത് എങ്ങനെയാ, ഓൺലൈൻ ആണോ ക്ലാസ് വരുന്നത് അതോ ഓൺ സൈറ്റ് ആണോ? അത് നമ്മൾ പ്രാക്ടിക്കൽ അടക്കം പഠിപ്പിച്ചത്. അതിപ്പോ എവിടെയാ ക്ലാസ് ഉണ്ടാവുക? അതിനെങ്ങനെ ഫീസും കാര്യങ്ങളൊക്കെ എങ്ങനെ? എറണാകുളത്ത്. ഫീസും കാര്യങ്ങളൊക്കെ? ഫീസ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഓഫീസിൽ നിന്ന് വിളിക്കാം. അപ്പോൾ അവർ ഡീറ്റെയിൽ പറയും. ഓഫർ ഉണ്ടെങ്കിൽ പിന്നെ ഏത്